ഹലോ, എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ റൂറൽ പേഴ്സ്പെക്റ്റീവ് ടെക്സ്റ്റ് ബുക്സിൻ്റെ പാർട്ട് 1 വീഡിയോ നമ്മൾ കണ്ടു അല്ലേ. അതായത് നമ്മുടെ പോമായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ, കിച്ചൺ റാക്സ്, പിന്നെ നമ്മുടെ ദാക്ഷായണി വേലായുധൻ്റെ ആ ഒരു ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കാണാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി ആ പാർട്ട് 1 വീഡിയോ കാണുക. റീഡിങ് സോൺ ജെൻഡറിൻ്റെ ആ ഒരു പാർട്ട് 1 കണ്ട് നിങ്ങളത് മനസ്സിലാക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ബാക്കി മോഡ്യൂൾ 1 ബാക്കി ലെസൺസ് ആണ്. അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലിലെ വീഡിയോസൊക്കെ കയറി കാണുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു എസ് ക്വസ്റ്റ്യൻസ് പാർട്ട് 1. മീൻസ് മോഡ്യൂൾ 1 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതൊന്ന് പോത്തിലാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണാൻ പോണ ഫസ്റ്റ് ചാപ്റ്ററാണ് ലേണിംഗ് ടു ബി എ മദർ. അപ്പോൾ എന്താണ് ലേണിംഗ് ടു ബി എ മദർ? ഇത് ശശി ദേശ്പാണ്ഡെ എഴുതിയ ഒരു റൈറ്റപ്പാണ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലേണിംഗ് ടു ബി എ മദർ, അതായത് അമ്മയാകാൻ പഠിക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം അമ്മയാകാൻ ആരും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരു കോഴ്സ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരമ്മയാകാൻ എവിടെ നിന്നാണ് നമ്മളതൊക്കെ പഠിക്കുന്നത്? നമ്മുടെ നമ്മുടെ ആൻസസ്റ്റേഴ്സിൻ്റെ അടുത്തു നിന്നാണ് നമുക്ക് ആ ഒരു നോളജ് നമുക്ക് കിട്ടുന്നത് അല്ലേ. നമ്മുടെ അമ്മ എന്തൊക്കെയാണോ നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത് അത് തന്നെ നമ്മളും നമ്മുടെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കും. അപ്പം ആരും ഒരു അമ്മയാകാൻ പഠിക്കുന്നില്ല. അപ്പം ശശി ദേശ്പാണ്ഡെ പറഞ്ഞു വരുന്നത് മദർഹുഡ് എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നും അല്ല. അത് മദർഹുഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് അമ്മയുടെ ആഗ്രഹങ്ങൾ, അമ്മയുടെ ഇഷ്ടങ്ങൾ, അമ്മയുടെ അവകാശങ്ങളൊന്നും അമ്മ സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ആര് പറഞ്ഞു വരുന്നത്? ശശി ദേശ്പാണ്ഡെ പറഞ്ഞു വരുന്നത്. നമുക്കറിയാം ചില അമ്മമാർക്ക് കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ അവരുടെ ജോലി തന്നെ അവർ പോവാതെ അത് മാറ്റി വെക്കും. കുട്ടി കുറച്ച് വലുതായിട്ട് അവർ പിന്നെ ജോലിയിലേക്ക് പോകാൻ നോക്കാറുണ്ട് അല്ലേ. അപ്പം ശശി ദേശ്പാണ്ഡെ പറയുന്നത് കുട്ടിയുടെ രീതിയിൽ വളരും. നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ പറയുന്നത് ചൈൽഡ് ബർത്ത് എന്ന് പറയുന്നത് എല്ലാവരും പറയുന്നത്, പ്രസവം എന്ന് പറയുന്നത് അത്രയും അല്ലേ, നമുക്ക് അറിയാം സുഖപ്രസവം എന്നൊക്കെ ഉള്ളൊരു വേർഡുണ്ട്. അപ്പോൾ ശശി ദേശ്പാണ്ഡെ പറയുന്നത് ചൈൽഡ് ബർത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി പെയിൻഫുൾ പ്രോസസ്സ്. ചിലവർ പറയും ആ വേദനകളൊക്കെ മറക്കും കുട്ടിയുടെ മുഖം കാണുമ്പം അല്ലേ. ഒരു 90% ആൾക്കാരും പറയും എന്താണ്, നമ്മുടെ പ്രസവത്തിൻ്റെ വേദനകളൊക്കെ നമ്മൾ മറക്കുന്നത് ആ കുട്ടിയുടെ മുഖം കാണുമ്പോഴാണ്, അതിൻ്റെ മാറോട് അടുക്കുമ്പോഴാണ് ആ വേദനകളൊക്കെ മറക്കുന്നതെന്നല്ലേ. പക്ഷേ ആ 10%ലുള്ള ഒരാളാണ് ആര്? ശശി ദേശ്പാണ്ഡെ പറയുന്നത് ചൈൽഡ് ബർത്ത് എന്ന് പറയുന്നത് അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള, അത്രയും ഹൊറിബിളായിട്ടുള്ള, അത്രയും വൾഗറായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിന് നിങ്ങൾ ഒത്തിരി നല്ലതാണെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ഡെലിവറി അത്രയും ഹൊറിബിളായിരുന്നു. പിന്നെ അതുമാത്രമല്ല, കുഞ്ഞിനെ വളർത്തുക, ആ ചെറിയൊരു 1 മാസം 2 മാസം ആകുന്ന കുട്ടിയുടെ കരച്ചിൽ കാരണം എനിക്ക് രാത്രി കാലങ്ങളിൽ ഉറങ്ങാൻ പറ്റാതില്ലായിരുന്നു. ഉറങ്ങാതെ എനിക്ക് ഉറക്കം വരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കുട്ടീനെ മാറ്റി കിടത്തിയിട്ട് തലയണകൾ വെച്ച് എൻ്റെ ചെവി അമർത്തിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ശശി ദേശ്പാണ്ഡെ പറയുന്നത്. നമ്മളെല്ലാ അമ്മമാരും ഒത്തിരി കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടാണ് ഓരോ കുട്ടീനെയും വളർത്തിക്കൊണ്ട് വരുന്നത് അല്ലേ. അപ്പോൾ അത് ശരിക്കും ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്ത് ചൈൽഡ് ബർത്ത് അല്ലെങ്കിൽ മദർഹുഡ് എന്ന് പറയുന്നത് അത്രയും മഹത്തായ കാര്യമാണ്. അത് അത്രയും മഹത്തായ കാര്യത്തോടൊപ്പം തന്നെ ഒരു സ്ത്രീ അവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവിടെ ഇഷ്ടങ്ങളൊന്നും സാക്രിഫൈസ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. പണ്ട് മുതലേ പുരുഷന്മാർ പറയുന്നുണ്ട് സ്ത്രീകളുടെ ജോലിയാണ് അടുക്കളപ്പണി, കുട്ടികളുടെ നോട്ടം അല്ലേ. ആ ഒരു കോൺസെപ്റ്റിന് മറികടക്കാൻ നോക്കുന്ന ആളായിരുന്നു ആര്? ശശി ദേശ്പാണ്ഡെ. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ പോണത് ശശി ദേശ്പാണ്ഡെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ചൈൽഡ് ബർത്തിനെ കുറിച്ചിട്ട്, കുട്ടികളെ വളർത്തുന്നതിനെ കുറിച്ച്. നമുക്കറിയാം ചില വീടുകളിൽ കുട്ടികൾ വഴക്കുണ്ടാക്കും, ബാലുണ്ടാക്കും. അപ്പം ഏറ്റവും ടോർച്ചറിങ് ആയിട്ടുള്ള ഈ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക, അവരുടെ വാശി, അവരുടെ ഈ ദേഷ്യം, അവരുടെ കുസൃതി, അതൊക്കെ കാണുന്ന ആൾക്കാർ അമ്മമാരാണല്ലേ. അപ്പോൾ പറയാണ് ഇത് അത്രയും ഈസി ആയിട്ടുള്ളൊരു ടാസ്ക്കൊന്നും അല്ല മദർഹുഡ്. ശരിക്കും മദർഹുഡ് എന്താണ്, ഒരു കോഴ്സ് എടുത്ത് പഠിക്കേണ്ട സാധനം തന്നെയാണ്. നിങ്ങളെല്ലാവരും, പുരുഷന്മാരെല്ലാവരും അറിഞ്ഞിരിക്കണം, മദർഹുഡ് നിങ്ങളെല്ലാവരും ഒരു കോഴ്സ് പോലെ എടുത്ത് പഠിക്കണം. അത് അത്രയും ടഫായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മദർഹുഡ്. പിന്നെ ശശി ദേശ്പാണ്ഡെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ പറയുന്നത് കുട്ടികൾ അവരുടെ ഒരു
ഏജ് എത്തുമ്പം അവരമ്മയാണ്. ഞങ്ങളെ കഷ്ടപ്പെട്ട് പ്രസവിച്ച് വളർത്തിയ, കഷ്ടപ്പെട്ട് ഞങ്ങളെ നോക്കി വളർത്തിയ അമ്മയാണെന്ന് വിചാരിച്ച് അവർ നമ്മുടെ ഇടയിലിരിക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ ചിറകിൻ്റെ കീഴിൽ ഒതുങ്ങിയിരിക്കില്ല. അവരെന്ത് ചെയ്യും? അവരുടെ ജീവിതവും അവരുടെ ആഗ്രഹങ്ങളും അവരുടെ സ്വപ്നത്തിൻ്റെ പുറകെ അവർ പറന്നു പോവും. അപ്പം നിങ്ങൾ ദുഃഖിച്ചിട്ട് പറയാൻ പാടില്ല എന്ത്, അയ്യോ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിച്ചു, ഇന്ന് അവരെന്നെ നോക്കുന്നില്ല, പറയാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണോ അത് നിങ്ങൾ എന്താക്കണം? മാക്സിമം നിങ്ങൾ എൻജോയ് ചെയ്യുക. നിങ്ങൾ അവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ പാടില്ല. ഇത് ശശി ദേശ്പാണ്ഡെ പോലെയുള്ള ഒരു 10% ആൾക്കാർ മാത്രം പറയുന്ന കാര്യമാണല്ലേ. 90% ആൾക്കാരും എന്താണ്? അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അവർ പലതും സാക്രിഫൈസ് ചെയ്യുന്നത് അല്ലേ. അത് പിന്നീട് ഒരിക്കലും അവർക്ക് തോന്നാറുണ്ടോ? ഒരു തെറ്റുപറ്റിപ്പോയി, കുട്ടികൾ അങ്ങനെ നോക്കണ്ടായിരുന്നു, അവർക്ക് വേണ്ടിയിട്ട് തന്നെ ജോലി കളയണ്ടായിരുന്നു, ഒന്നും അങ്ങനെ തോന്നാറില്ല ഒരു 90% ആൾക്കാർക്ക്. കാരണം അമ്മമാർക്ക് എപ്പോഴും വലിയത് അവരുടെ മക്കൾ തന്നെയാണ് അല്ലേ. അമ്മമാർ ജീവിക്കുന്നത് തന്നെ അവരുടെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ലെസനാണ് ഏത്? ഈസ് ദിസ് ഡിസൈറബിൾ ബൈ ലളിതാംബിക അന്തർജനം. ഈസ് ദിസ് ഡിസൈറബിൾ? ഓക്കെ, അപ്പം ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഈസൻറ്റ് ഇറ്റ് കോഫി ടൈം യെറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ ചായയുടെ സമയമായിട്ടില്ലേ, ഇവിടെ എന്തായാലും ചായ വെക്കാത്തേ എന്നുള്ള രീതിയിലാണ് ഈ ലെസൺ ഒരു ചെറിയൊരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹി വാക്ക്ഡ് ഇൻ യോണിങ് പ്രൊഫ്യൂസ്ലി ആഫ്റ്റർ ഹിസ് സീസ്ത. അതായത് ഒരു ഉച്ചമയക്കമൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് ഒരു 3 മണിയായപ്പോൾ എണീറ്റ് വരികയാണ്. ഇതെന്താ ഇവിടെ ചായ ഒന്നും ആയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. ആ സമയത്ത് ഭാര്യ എന്ത് ചെയ്യായിരുന്നു? ഭാര്യ കുട്ടിക്ക് പാല് കൊടുത്ത് കുറച്ച് നേരം കിട്ടിയതാണ് അടുക്കളപ്പണിയൊക്കെ ചെയ്ത് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് ആ കുറച്ച് ടൈം കിട്ടിയപ്പം ആളെന്ത് ചെയ്തു? യോഗക്ഷേമ ന്യൂസ് പേപ്പർ വായിക്കുകയാണ് മടിയിൽ കുഞ്ഞു കുട്ടിക്ക് പാല് കൊടുത്തോണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ആ പത്രവും ആ കുട്ടീനെയൊക്കെ അവിടെ ഇട്ടിട്ട് ആൾ എണീക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഹസ്ബൻഡ് വേഗം ചായ വെച്ച് കൊടുക്കാൻ. അങ്ങനെ ധൃതിപ്പെട്ട് ആ മടിയിലിരിക്കുന്ന കൊച്ചിനെയും നിലത്ത് വെച്ചിട്ട് ആ പേപ്പറും അവിടെ എറിഞ്ഞിട്ടാണ് ആൾ അടുക്കളയിലേക്ക് ഓടുകയാണ്. അപ്പോൾ തന്നെ ആര് കരയാൻ തുടങ്ങി? കുട്ടി കരയാൻ തുടങ്ങി. കാരണം എന്താ? പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ പെട്ടെന്ന് അവരുടെ അമ്മയിൽ നിന്ന് അടർത്തി മാറ്റി വെച്ചാൽ അവർ കരയാൻ തുടങ്ങും. അതേപോലെ കുട്ടി കരയാനും തുടങ്ങി. നമ്മുടെ ഈ ലേഡിയുടെ പേരാണ് പപ്പി. പപ്പി എന്ത് ചെയ്യാൻ പോയി? അടുക്കളയിലേക്ക് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ചായ ഇടാൻ പോയി അല്ലേ. അപ്പം പറയാണ്, ഈ ഹസ്ബൻഡ് പറയാണ്, ഈ കുട്ടിയുടെ കരച്ചിൽ മാറ്റിയിട്ട് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തൂടെ, ഏത് നേരം ഇവളെ കുട്ടീനെ കരച്ചിലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വൈഫിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, ഒരു ഹസ്ബൻഡ് വൈഫൊക്കെ ആകുമ്പോൾ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഒരു ഹെൽപ്പിംഗ് ഒക്കെ ഉണ്ടല്ലേ ഇപ്പം. പക്ഷെ പണ്ട് അങ്ങനെയല്ല. പണ്ട് ഹസ്ബൻഡ് എന്ന് പറയുന്ന ആൾക്കാർ ഓർഡർ ചെയ്യും, വൈഫ് അല്ലെങ്കിൽ ലേഡീസ്, ആ വീട്ടിൽ ലേഡീസ് ആൾക്കാർ അവരെ ഒബേ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു പണ്ട്. ഇതൊക്കെ കേട്ടോണ്ടാണ് ഈ നമ്മുടെ ആളുടെ പേരാണ് ഉണ്ണിയുടെ അമ്മ എണീറ്റ് വരികയാണ്. ഈ ഉച്ചമയക്കത്തിൽ നിന്ന് അവരുടെ അമ്മ എണീറ്റ് വന്നിട്ട് പറയാം, നീ പറയുന്നത് നമ്മൾ കേൾക്കണില്ല അല്ലേ, ഒക്കത്തിനും കാരണം നീ തന്നെയാണ്. നീ അവൾക്ക് ചുരിദാർ വാങ്ങി കൊടുക്കുന്നു, അവളെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു, എന്തൊക്കെയാണ് നമ്മുടെ അന്തർജനത്തിൻ്റെ ഡ്രസ് കോഡൊന്നും അല്ലല്ലോ നീ അവൾക്ക് ഇപ്പോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. നീ അവളെ കൊണ്ട് നല്ല നല്ല മോഡേൺ ഡ്രസ്സുകൾ ഇടിപ്പിക്കുന്നു, വെറുതെ അല്ല അവൾ ഈ പറയുന്നത് കേൾക്കാത്തത്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ചായയായിട്ട് ആര് വരുന്നത്? നമ്മുടെ പപ്പി വരുന്നത്. പപ്പി ചായയായിട്ട് വന്നപ്പോഴത്തേക്ക് ആർക്ക് ദേഷ്യം വന്നു? നമ്മുടെ ഈ ഉണ്ണിക്ക് ദേഷ്യം വന്നിട്ട് ആൾ തട്ട് കൊടുക്കുകയാണ്, ഒരടി കൊടുക്കാൻ പോയതാണ്. പപ്പിക്ക് അടി കൊടുക്കാൻ പോയി. പക്ഷെ പപ്പി മാറി അടി വന്ന് വീണത് ഈ കപ്പിലും സോസറിലൊക്കെ ആയിരുന്നു. അങ്ങനെ ആ ചായപാത്രവും ചായയൊക്കെ അവിടെ വീണു. നമ്മുടെ ഈ ഉണ്ണിയൊന്നും പറയാതെ ഇറങ്ങിപ്പോന്നു. അതാണ് നമ്മുടെ ഫസ്റ്റ് ആ ഭാഗത്ത് നമ്മൾ കാണുന്നത്. ഓക്കെ, ഹസ്ബൻഡ് പോയി കഴിഞ്ഞപ്പോൾ തിരിച്ച് കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോയി ആ കുഞ്ഞിനെ വാരിയെടുത്ത് പറയുകയാണ്, ഞാൻ കുറച്ച് നേരം കിട്ടിയപ്പോഴാണ് ഈ ഒരു പേപ്പർ വായിക്കാനെടുത്തത് എന്ന് പറഞ്ഞിട്ട് കുട്ടീനോട് കരയില്ലേ എന്നിട്ട് കുട്ടിയെ ഉറക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ തളിപ്പറമ്പത്ത് മനയാണ് ഇവരുടെ ഇല്ലത്തിൻ്റെ പേരാണ് തളിപ്പറമ്പത്ത് മന. അത് പേര് കേട്ടൊരു തറവാടാണ്. അവിടുത്തെ ആളാണ് NP. നമ്മൾ നേരത്തെ ഉണ്ണീന്ന് കണ്ടല്ലോ, ഉണ്ണിയുടെ പേരാണ് NP എന്നാണ് നമ്മളിതിൽ കാണാൻ പോണത്. അപ്പോൾ NPയുടെ ഭാര്യയാണ് പപ്പി. ഓക്കെ, അപ്പോൾ NP എന്ന് പറഞ്ഞാൽ കുറേ പ്രസംഗങ്ങളും ആദർശങ്ങളൊക്കെ പറയുന്ന
ഒരാളാണ്. അപ്പോൾ ആൾക്ക് സ്ത്രീകൾ മുന്നോട്ട് വരണം, സ്ത്രീകളുടെ കഴിവുകളൊക്കെ കാണിക്കണം, പ്രസംഗിക്കണം. അങ്ങനെ പ്രസംഗിക്കാൻ പറ്റുന്ന വേദികളിലൊക്കെ പ്രസംഗിപ്പിക്കാൻ വിടായിരുന്നു. ആര്? നമ്മുടെ എൻ പിയുടെ ഭാര്യനെ. അത് ആർക്കും ഇഷ്ടമല്ല, എൻ പിയുടെ മദറിന് ഇഷ്ടമല്ല. അതൊക്കെ ചെയ്യുമ്പോൾ ഈ പെൺകുട്ടികളൊക്കെ അഹങ്കാരികളായി പോവും, അനുസരണയില്ലാത്ത കുട്ടികളായി പോകും എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്, അങ്ങനെയുള്ളൊരു ചിന്താഗതിയാണ് ആർക്കുള്ളത്? ഈ പ്രായമായിട്ടുള്ള ഈ അമ്മയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, നിന്നെ അവളെ അനുസരിക്കാത്തതിന് കാരണം നീ അവൾക്ക് ചുരിദാറിടാൻ കൊടുക്കുന്നു, അവളെ എല്ലായിടത്തും നീ കൊണ്ടുപോകുന്നു എന്നൊക്കെയുള്ള കൊമൻസ്. ഓക്കെ. അപ്പോൾ അന്തർജനങ്ങളുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ വീട്ടിലെ നമ്പൂരീനെ, അവരുടെ തമ്പുരാനെ നോക്കുക, അവരുടെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായി ചെയ്യുക, അവരുടെ കുട്ടികളുടെ വർഷം തോറും പ്രസവിക്കുക. ഇതാണ് ആർക്കും വന്നിട്ടുള്ള ഡ്യൂട്ടി, നമ്മുടെ പപ്പിക്കും വന്നിട്ടുള്ള ഡ്യൂട്ടി. ആരുടെ കാഴ്ചപ്പാടിൽ? അവിടുത്തെ ആ അമ്മയുടെ കാഴ്ചപ്പാടിൽ. ഓക്കെ. അങ്ങനെ ഒരു ദിവസം ഒരു യോഗക്ഷേമ പേപ്പറിൽ വന്ന ഒരു വാർത്തയെക്കുറിച്ചിട്ട് നമ്മുടെ പപ്പി ഡിസ്കസ് ചെയ്യുന്നു. രാത്രിയിൽ മടങ്ങി വന്ന എൻ പിയോട് ഡിസ്കസ് ചെയ്യുന്നതും അങ്ങനെ ഒന്ന് രണ്ട് പറഞ്ഞ് അവരെ ഒരു എന്താണ് പറയുക, ഒരു ഡിസ്പ്യൂട്ടിൽ അവരെത്തുന്നതും, അത് കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ആ പേപ്പറിൽ നമ്മുടെ അന്തർജനങ്ങളെ താഴ്ത്തി കെട്ടിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെയൊക്കെ എന്നുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ അന്തർജനം ചോദിക്കുന്നതും, അങ്ങനെ കുറച്ച് ഡിസ്പ്യൂട്ട്സ് ഉണ്ടാകുന്നതും. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ഈ പപ്പി യോഗക്ഷേമ പേപ്പറിൽ എപ്പോഴും ഒരു കോളം വരാറുണ്ട്. അത് നമുക്ക് പേര് വെക്കാതെ നമുക്ക് എഴുതാം. നമുക്ക് പേര് വെക്കേണ്ട കാര്യമൊന്നുമില്ല. അനോണിമസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സുഡോണിമിൽ നമുക്ക് തുലികാനാമത്തിൽ നമുക്ക് ആ ഒരു ലേഖനങ്ങളൊക്കെ എഴുതാനുള്ള അവസരമുണ്ട്. അങ്ങനെ ആ ലേഖനം എഴുതാനുള്ള അവസരം ഉള്ള യോഗക്ഷേമ ന്യൂസ് പേപ്പറിൽ നമ്മുടെ പപ്പി എന്ത് ചെയ്യാൻ തുടങ്ങി? ആരും അറിയാത്ത ലേഖനങ്ങൾ എഴുതി വേറൊരു പേരിൽ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി കേട്ടോ, പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. ഇതാര് കണ്ടു? ഇത് നമ്മുടെ എൻ പി കണ്ടു. അപ്പോൾ എൻ പി നോക്കുമ്പോൾ ഏതോ ഒരാളുടെ പേരിൽ ഈ സ്ത്രീകളെ, അന്തർജന സ്ത്രീകളുടെ ഭയങ്കര മഹത്വങ്ങൾ വിളിച്ചോതുന്ന രീതിയിൽ, പുരുഷന്മാരെ താഴ്ത്തി കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ രണ്ടുപേരും തുല്യരാണെന്നുള്ള രീതിയിലുള്ള ലേഖനങ്ങളാണ് യോഗക്ഷേമയിൽ ഇപ്പം വരാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പം അടുത്ത ആഴ്ച, ഇത് ആഴ്ച തോറും വരുന്ന ഒരു ന്യൂസ് പേപ്പറാണ്. അപ്പോൾ ഇന്ന് വന്നു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച വെയിറ്റ് ചെയ്യണം അതിന് നെക്സ്റ്റ് എഡിഷൻ വരാൻ. അപ്പം അങ്ങനെ ഓരോ ആഴ്ചയും നമ്മുടെ പപ്പി എഴുതും, അതിന് പകരമായിട്ട് അടുത്ത ആഴ്ച അതിന് മറുപടി എന്ന രീതിയിൽ നമ്മുടെ ആളെഴുതും. ആര്? എൻ പി യു എഴുതും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുത്തിലൂടെ ഒരു പോരാട്ടം നടത്തിയ ആര്? എൻ പിയും നമ്മുടെ പപ്പിയും. അങ്ങനെ അവസാനം ഒരു ദിവസം രാത്രി എൻ പി ഭാര്യ ഒന്നിച്ച് കിടന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ എൻ പി നോക്കുമ്പോൾ ബെഡിൽ ഭാര്യയില്ല. എഴുന്നേറ്റ് നോക്കുമ്പോൾ കണ്ടു നമ്മുടെ അന്തർജനം വേറെ ഒരു റൂമിൽ ചെറിയ ലൈറ്റൊക്കെ ഇട്ടിട്ട് എഴുതാണ്. അന്ന് നമ്മുടെ എൻ പി കണ്ടുപിടിച്ചു, ഇത്രയും ഭംഗിയിൽ എഴുതുന്ന, എന്നോട് ഇത്ര വാക്ക് പോരാട്ടം നടത്തുന്ന, എന്നെ എന്താണ് ചിന്തിപ്പിച്ചിട്ടുള്ള, എന്നെ എതിർത്തിട്ടുള്ള, എനിക്ക് പോലും തോന്നിയിട്ടുണ്ട് ഇതാരാണ് ഇത്ര ഭംഗിയിൽ എഴുതുന്നത് തോന്നിയിട്ടുള്ള അയാൾ വേറെ ആരുമല്ല എൻ്റെ ഭാര്യ തന്നെയാണെന്ന് മനസ്സിലാക്കുകയും സന്തോഷം കൊണ്ട് അവളെ കെട്ടിപ്പിടിക്കുകയും അവളെ എഴുതാനുള്ള അവസരങ്ങൾ പിന്നീട് ഉണ്ടാക്കി കൊടുക്കുന്നതും ആണ് നമ്മൾ ഈ ഒരു ലെസണിൽ കാണുന്നത്. ഈസ് ദസ് ഡിസൈറബിൾ. അപ്പോൾ നമ്മുടെ പപ്പി സോറി ചോദിക്കുന്നുണ്ട്, മാപ്പ് ചോദിക്കുന്നുണ്ട് ഹസ്ബൻഡിനോട്. കാരണം നിങ്ങളറിയാതെ നിങ്ങളോട് ഞാൻ വാക്കുകളോട് ഫൈറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് മാപ്പ് ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കറിയാലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദേഷ്യവും സങ്കടമൊക്കെ കഴിഞ്ഞ് മാപ്പ് പറച്ചിലൊക്കെ കഴിഞ്ഞാൽ പിന്നീട് ഭയങ്കര ഒരു സ്നേഹമായിരിക്കും. അങ്ങനെ അവരവരുടെ ലൈഫ് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതാണ് നമ്മൾ ഇതിൽ കാണുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാണാം നമ്മുടെ എൻ പി കുറേ സുഹൃത്തുക്കളുണ്ട്, ടീച്ചേഴ്സായിട്ടും പിന്നെ അല്ലാത്ത കുറച്ച് കോമൺ പീപ്പിളൊക്കെ അവരുടെ ഫ്രണ്ട്സാണ്, എൻ പിയുടെ ഫ്രണ്ട്സാണ്. അപ്പം ഈ ഓരോ ആഴ്ചയിലും ഇങ്ങനെ പേപ്പേഴ്സ് വരുമ്പോൾ, ഓരോ ആഴ്ച പേപ്പർ വരുമ്പോൾ നമ്മുടെ എൻ പി ഈ കൂട്ടുകാരെ കൊണ്ട് കാണിക്കുമായിരുന്നു. അപ്പോൾ അവരുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു ഈ ഒരു വാഗ്വാദത്തിന് നമ്മുടെ അന്തർജനം. അപ്പോൾ ഇതാണ് ലളിതാംബിക അന്തർജനം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മനസ്സിലാക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.